നമ്മുടെ ഓണസങ്കല്പങ്ങളിൽ നിറസാന്നിധ്യമായി വിളങ്ങുന്ന മൂർത്തിയാണ് തൃക്കാക്കരയപ്പൻ. ഓണക്കാലത്ത് അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസങ്ങളിൽ തൃക്കാക്കരയപ്പനെ നാം പൂവിട്ട് പൂജിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തിയാണ് തൃക്കാക്കര വാഴുന്ന തൃക്കാക്കരയപ്പൻ. മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് മോക്ഷം നൽകുന്നതിനും വേണ്ടിയാണ് മഹാവിഷ്ണു വാമനായി അവതരിച്ചത്. തൃക്കാക്കരയുടെ പാദമുദ്രകൾ പ്രാചീന കേരള ചരിത്രത്തിൽ കാണാവുന്നതാണ്. പെരുമാൾ ഭരണകാലത്ത് കാൽക്കര നാട് എന്നായിരുന്നു തൃക്കാക്കര അറിയപ്പെട്ടിരുന്നത്. പെരുമാക്കന്മാരുടെ കാലത്തുള്ള ശിലാശാസനങ്ങളിൽ തൃക്കാക്കരയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖ കേന്ദ്രവും കൂടിയായിരുന്നു ഇവിടം. അക്കാലത്ത് തൃക്കാക്കരയപ്പനെ തിരുക്കാൽക്കരി പട്ടാരകർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം എന്നാണ് ഇതിനർത്ഥം. AD 8ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധ വിഷ്ണുഭക്തനായ നമ്മാൾവാർ തൃക്കാട്ടുകരി ക്ഷേത്രം സന്ദർശിച്ചു എന്നതിന് തെളിവുകളുണ്ട്. തിരുമങ്കയാൾവാറും തൃക്കാക്കര ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാന് പാടലുകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.